ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി മകരവിളക്ക് ദർശനം. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിച്ച തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. ദിവസങ്ങളായി കാത്തുനിന്ന ഭക്തർ ദർശന സായുജ്യമടഞ്ഞ് മലയിറങ്ങുകയാണ്. പമ്പയിൽ നിയന്ത്രിച്ചിരുന്ന തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, സുഗമമായി തന്നെ ദർശനം പൂർത്തിയാക്കാൻ, ദർശന സായുജ്യമടയാൻ ഭക്തർക്ക് കഴിഞ്ഞു. ഇപ്പോൾ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുണ്ട്. പുതിയ വിവരങ്ങൾ എന്താണ്? പരാതികളൊന്നുമില്ലാതെ തന്നെ ഒരു ദർശനകാലം പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡിന്, പോലീസിനൊക്കെ കഴിയുന്നു. പുതിയ വിവരങ്ങൾ രാഹുൽ സുരേഷ്. റീജിത്ത്, ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ അയ്യനെ കണ്ട, മകരവിളക്ക് കണ്ട ദർശന സാഫല്യത്തോടെ തീർത്ഥാടകർ മലയിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. 5:30 രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി മകരവിളക്ക് ദർശനം. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിച്ച തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞതോടെ ദർശന സായുജ്യമടഞ്ഞ് ഇപ്പോൾ ഭക്തർ മല ഇറങ്ങുകയാണ്. രാഹുൽ സുരേഷിലേക്ക് എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ സുരേഷ്, തുടരാം. രാഹുൽ. റീജിത്ത്, ദർശന സാഫല്യത്തോടെ തീർത്ഥാടകർ മലയിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞു. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ പതിവ് പോലെ മകരവിളക്ക് 3 തവണ തെളിഞ്ഞു. ഇത് കണ്ട ദർശന സാഫല്യത്തോടെ തീർത്ഥാടകർ മലയിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 2 ലക്ഷത്തിലധികം തീർത്ഥാടകരായിരുന്നു മകരവിളക്ക് കാണാനായി ക്ഷേത്ര സന്നിധാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കാത്തിരുന്നത്. ആ കാത്തിരിപ്പിനൊടുവിൽ 6:45 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ തീർത്ഥാടകരെല്ലാം തന്നെ മലയിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് കർശന സുരക്ഷയിലാണ് തീർത്ഥാടകരെ മലയിറക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ വടം ഉപയോഗിച്ച് തീർത്ഥാടകരെ തടഞ്ഞ് ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ മലയിറങ്ങാൻ അനുവദിക്കുന്നത്. അതായത് 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഒന്നിച്ച് മലയിറങ്ങുമ്പോൾ പല സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ കനത്ത ജാഗ്രതയോടുകൂടി ഏതാണ്ട് 5000 പോലീസുകാർ സുരക്ഷയൊരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ തീർത്ഥാടകർ മലയിറങ്ങി തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഉച്ച മുതൽ ഏതാണ്ട് 12 മണി മുതൽ പമ്പയിൽ കാത്തുനിന്ന തീർത്ഥാടകർക്ക് മല കയറാനും ഇപ്പോൾ അവസരമുണ്ട്. ഇന്ന് രാത്രി 11 മണി വരെ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ട്. അതുമാത്രമല്ല, നാളെ മുതൽ 3 ദിവസം കൂടി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിക്കാനുള്ള സാഹചര്യം സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തീർത്ഥാടകർ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തും. ഇപ്പോൾ മലയിറങ്ങുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക് പോകാൻ 800ഓളം KSRTC ബസ്സുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ 180ഓളം KSRTC ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തും. ബാക്കിയുള്ള ബസ്സുകളായിരിക്കും ദീർഘദൂര സർവീസുകൾ നടത്തുക. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. അതുകൊണ്ട് KSRTC ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് വേണം തീർത്ഥാടകർ പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കും, നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും എത്താൻ. റീജിത്ത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് പരാതികളൊന്നുമില്ലാതെ, വിവാദങ്ങളോ പരാതികളോ ഒന്നുമില്ലാതെയാണ് മറ്റൊരു തീർത്ഥാടന കാലം കൂടി. മകരവിളക്ക് കണ്ട് തൊഴുത് ഭക്തർ മലയിറങ്ങുകയാണ്. പമ്പയിൽ നിന്ന് ഭക്തരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നുമുണ്ട്. ഇങ്ങനെ ഭക്തർ ഒരുമിച്ച് മലയിറങ്ങുന്നതിനിടയിൽ അതീവ ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. രാഹുൽ സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സന്നിധാനത്ത് നിന്ന്.